പേരാമ്പ്രയിലേക്കൊന്ന് പോകുന്നു. പെട്ടെന്ന് അവിടെ വീണ്ടും സംഘർഷാവസ്ഥയുണ്ട് എന്ന വിവരം ലഭിക്കുന്നു. അവിടെ ദൃശ്യങ്ങളിൽ കാണുന്ന തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ വീണ്ടും കോൺഗ്രസ് പ്രവർത്തകർ അവിടെ കൂട്ടമായി എത്തിയിട്ടുണ്ട്. അവിടെ വാഹനങ്ങൾ കടന്നു പോകാൻ അനുവദിക്കുന്നു. പക്ഷേ അവിടെ മുദ്രാവാക്യം വിളികൾ കേൾക്കാം. നേരത്തെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ സംസാരിക്കുന്ന സമയത്ത് പോലീസിനെതിരെ വലിയ മുദ്രാവാക്യം വിളികളും ചെറിയ സംഘർഷാവസ്ഥയും ഉണ്ടായിരുന്നു. ഇന്നലെ ഷാഫി പറമ്പിൽ MP ആക്രമിച്ച പോലീസുകാർ ഇന്നും അവിടെ ഡ്യൂട്ടിക്ക് എത്തിയിട്ടുണ്ട് എന്ന് ആരോപിച്ചായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ഇനിയും പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് KM അഭിജിത്തുള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ പറയുന്നത് നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. ഇപ്പോൾ എന്താണ് ഇത്തരത്തിൽ വീണ്ടും അവിടെ മുദ്രാവാക്യം വിളികൾ ഉയരാൻ കാരണം എന്ന് അറിയേണ്ടതുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പരമാവധി അവിടെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പ്രവർത്തകർ തന്നെ ഇടപെടുന്നത് നമുക്ക് കാണാം. എങ്കിലും ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥ പൂർണ്ണമായും അയഞ്ഞിട്ടില്ല. അവിടെ പ്രവർത്തകർ വലിയ മുദ്രാവാക്യ വിളികളുമായി രംഗത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ അതിന്റെ പശ്ചാത്തലത്തിൽ വേദിയിൽ അവിടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനിടയിൽ എന്താണ് ഇത്തരത്തിൽ പെട്ടെന്നൊരു സംഘർഷാവസ്ഥ ഉണ്ടാകാനുള്ള കാരണം എന്ന് അറിയേണ്ടതുണ്ട്. വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് ഷാഫി പറമ്പിൽ MPക്കെതിരായ പോലീസ് അക്രമത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ശബരിമലയിലെ സ്വർണ്ണപ്പാളി, സ്വർണ്ണമോഷണ വിവാദം, ഇതെല്ലാം തന്നെ പരമാവധി രാഷ്ട്രീയ ആയുധമാക്കാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ കോൺഗ്രസ് ഉള്ളത്. UDFും ഒറ്റക്കെട്ടായി തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ആ സമയത്താണ് ഇന്നലെ ഈ രീതിയിൽ പോലീസിന്റെ ലാത്തിച്ചാർജിൽ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നിപ്പോൾ ഷാഫി പറമ്പിലിന്റെ മൂക്കിന് 2 പൊട്ടലുണ്ട് എന്ന വാർത്ത കൂടി പുറത്തു വന്നു. അതോടുകൂടി തന്നെ പ്രവർത്തകർ ഒന്നടങ്കം ഇതിനെതിരെ രംഗത്ത് വരികയും കൂടുതൽ പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഒപ്പം പേരാമ്പ്രയിൽ നടന്ന യോഗത്തിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സംഘർഷാവസ്ഥ അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഈ മട്ടിലുള്ളൊരു സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കിയത് എന്ന കാര്യത്തിൽ നിലവിൽ ചില സൂചനകൾ മാത്രമാണ് ലഭിക്കുന്നത്. പോലീസുകാർ ഇന്നലെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന അതേ പോലീസുകാർ ഇന്നും ഇതേ സ്ഥലത്ത് ഡ്യൂട്ടിക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അവരെ മാറ്റണമെന്ന ആവശ്യം നേരത്തെ പ്രവർത്തകർ ഉയർത്തിയിരുന്നു. ഒപ്പം തന്നെ പ്രകോപനം ഏതെങ്കിലും രീതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഇന്നലത്തേത് പോലെ ആയിരിക്കില്ല, കാര്യങ്ങൾ തിരിച്ചടിച്ചിരിക്കും എന്നൊക്കെ നേതാക്കൾ ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ രീതിയിൽ പ്രവർത്തകർ എല്ലാം തന്നെ വലിയ പ്രതിഷേധവുമായി നിലയുറപ്പിച്ചിരിക്കുന്നു. ബസ്സുകൾ, ഒപ്പം തന്നെ മറ്റു വാഹനങ്ങളൊക്കെ കടന്നു പോകാനുള്ള സൗകര്യം അവിടെ നേതാക്കൾ ഇടപെട്ട് നടത്തുന്നു നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പെട്ടെന്നൊരു സംഘർഷാവസ്ഥ ഉണ്ടാകാൻ കാരണം എന്ന് വ്യക്തമായിട്ടില്ല. ഒരു കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം, അതിന് പിന്നാലെ സംഘർഷം, പരസ്പരം പോരടിക്കുന്ന കാഴ്ച, അതിലിടപെടാനെത്തിയ ഷാഫി പറമ്പിൽ MP ഒപ്പം മറ്റു പ്രവർത്തകർ, അവർക്കെതിരെ ഇന്നലെ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. അതിനെതിരെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ വീണ്ടും ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഷഹദ് റഹ്മാൻ അല്പസമയത്തിനകം വിശദാംശങ്ങളുമായി ചേരും. അതിനു മുമ്പ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. യെസ്, പേരാമ്പ്രയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തുന്നു. ഇപ്പോഴും ഷഹദ് റഹ്മാൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, ഈ യോഗത്തിന്റെ തുടക്കത്തിൽ നേരത്തെ KC വേണുഗോപാൽ സംസാരിക്കുന്ന സമയത്താണ് ചെറിയ സംഘർഷാവസ്ഥ ഉണ്ടായത്. അത് പിന്നീട് ശാന്തമായി പോയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് ഇങ്ങനെ വീണ്ടും അവിടെ മുദ്രാവാക്യം വിളികൾ ഉയരാനും ഇത്തരത്തിലൊരു ചെറിയ സംഘർഷാവസ്ഥ ഉണ്ടാകാനും കാരണം? നിലവിൽ ഇപ്പോൾ ഈ പരിപാടി അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പോലീസ് ഇവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പോലീസ് നേരത്തെ പരിപാടി നടന്ന പരിസര പ്രദേശങ്ങളിലും റോഡിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് പോലീസ് ഗോ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഇവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് ചില ഉദ്യോഗസ്ഥരുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ഈ മുദ്രാവാക്യവുമായിട്ട് ഈ പ്രവർത്തകർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോഴും പ്രവർത്തകർ ഇവിടെ തന്നെയുണ്ട്. മുദ്രാവാക്യം വിളിച്ചാണ് അവർ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. അതായത് പോലീസിനെതിരെയാണ് പ്രധാനമായിട്ടും ഈ മുദ്രാവാക്യം ഉയരുകയും ചെയ്യുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇവിടെ നിന്നും പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർ, അത് UDFന്റെ പ്രവർത്തകർ ഒന്നാകെ നിന്ന് ഇത്തരത്തിൽ പ്രതിഷേധം വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്. അവിടെ യോഗം അവസാനിച്ചിട്ടുണ്ട്. നേതാക്കൾ അവിടെ നിന്നും പിന്മാറി.
അവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നേരിയ സംഘർഷാവസ്ഥ മാത്രമാണ് പേരാമ്പ്രയിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പ്രവർത്തകർ അവർ മുദ്രാവാക്യം വിളിച്ചതും പിന്നീട് അവിടുന്ന് പിരിഞ്ഞു പോകുന്നതുമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇനി പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. രാജ്യത്ത് GST പരിഷ്കരണം വന്നിട്ട് അധിക നാളായിട്ടില്ല. പക്ഷേ പല ഉൽപ്പന്നങ്ങൾക്കും വില കുറഞ്ഞു എന്നത് യാഥാർത്ഥ്യമാകുമ്പോഴും ഒരു വിഭാഗം മാത്രമാണ് അതിൽ കുറച്ചെങ്കിലും പ്രതിസന്ധിയിലായിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ GST പരിഷ്കരണത്തിന്റെ ഭാഗമായി ലോട്ടറി കമ്മീഷനിൽ വരുത്തിയ മാറ്റമാണ് ഈ സാധാരണ ലോട്ടറി വിതരണക്കാരെ ദുരിതത്തിലാക്കിയിരിക്കുന്നത്. കമ്മീഷൻ ഇനത്തിലുണ്ടായ കുറവും സമ്മാനം കുറച്ചതും തൊഴിൽ മേഖലയെ തന്നെ തകർക്കുന്നുവെന്നാണ് ലോട്ടറി തൊഴിലാളികളുടെ പരാതി. ലക്ഷങ്ങൾ മുതൽ കോടികളുടെ വരെ ഭാഗ്യം കൊണ്ടുവരുന്നവരാണ് ലോട്ടറി തൊഴിലാളികൾ. പക്ഷെ ആ ഭാഗ്യം കൊണ്ടുവരുന്നവരുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇപ്പോൾ അത്ര സുഖകരമല്ല കാര്യങ്ങൾ. ലോട്ടറി വിൽപ്പന തൊഴിലായി സ്വീകരിച്ചവർക്ക് ഇത് കണ്ണീർ കാലമാണ്. GST പരിഷ്കരണത്തിന്റെ ഭാഗമായി ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന ഏജന്റുമാരുടെ കമ്മീഷൻ വെട്ടിച്ചുരുക്കിയത് അക്ഷരാർത്ഥത്തിൽ വയറ്റത്തടിയായി. നിവൃത്തിയോട് വിൽക്കാൻ വരുന്നത് വീണ് കൈകാലൊക്കെ ഓടുന്നത്. അപ്പൊ ഈ വയ്യാത്ത ആൾക്കാരാണ് കൂടുതലും ഈ വരുന്നത്. പണിക്ക് പറ്റുന്നില്ല, അത് കാരണം. അല്ലെങ്കിൽ ഇപ്പം ഇത് ആരിക്കുന്നത്, നമുക്ക് പണിക്ക് പോവില്ലേ? പറ്റാത്തതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾക്ക് പോയി ആനുകൂല്യം കിട്ടണ ഈ 50 രൂപ എന്നുള്ളത് 40 രൂപ ആക്കണം. GST 40% ഉയർത്തിയപ്പോൾ വലിയ നഷ്ടമാണ് ഇക്കൂട്ടർ നേരിടുന്നത്. അധിക ബാധ്യതയുടെ പാതിയും സംസ്ഥാന സർക്കാർ വഹിക്കുന്നുണ്ട്. സമ്മാനം കുറച്ചും അഡ്ജസ്റ്റ്മെന്റ്. കടബാധ്യതയിലെ ബാക്കി കണ്ടെത്തിയത് ഏജൻസി കമ്മീഷനിലും ഏജന്റുമാർക്ക് ലഭിക്കുന്ന സമ്മാന കമ്മീഷനിലും കുറവ് വരുത്തിയാണ്. ചെറുകിട ഏജന്റുമാർക്ക് 50 രൂപ ടിക്കറ്റിന് 7 രൂപ 35 പൈസയായിരുന്നു ഇതുവരെ കിട്ടിയിരുന്നത്. GST വർധനയോടെ ഇത് 6 രൂപ 35 പൈസയായി. ശാരീരിക വൈകല്യമുള്ളവരും രോഗികളും സ്ത്രീകളും പ്രതിദിനം 100 ടിക്കറ്റെങ്കിലും വിൽക്കുന്നവരാണ്. ഇവർക്ക് ഒറ്റയടിക്ക് ഒരു ദിവസം 100 രൂപ കുറഞ്ഞു. കടക്കാർക്ക് കമ്മീഷനൊരു കുറവില്ല. അതുപോലെ തന്നെ സർക്കാരിന് കിട്ടുന്ന കമ്മീഷനും അവരുടെ ഇതിനൊരു കുറവില്ല. വലിയ വലിയ ഏജൻസികൾക്ക് കിട്ടുന്ന കമ്മീഷനൊരു കുറവില്ല. ഞങ്ങളെ പോലെ ഈ 10-30 ടിക്കറ്റ് വിൽക്കുന്ന ആൾക്കാരെ കയ്യിൽ ടിക്കറ്റിന്റെ കമ്മീഷൻ കൊടുത്തു. സാധാരണക്കാരന് ഒരു രക്ഷയില്ലാത്ത സ്ഥിതിയാണ്. അതിനൊരു പരിഹാരം സർക്കാർ കാണണം. സമ്മാനമടിക്കുമ്പോൾ കിട്ടുന്ന തുകയിലും കുറവ് വന്നിട്ടുണ്ട്. 5000 രൂപ സമ്മാനമടിച്ചാൽ ഏജന്റിന് കിട്ടിയിരുന്നത് 570 രൂപയായിരുന്നു. ഇത് 450 രൂപയായി. 2000 രൂപയ്ക്ക് 240 രൂപ കിട്ടിയിരുന്നത് 180 രൂപയും 1000 രൂപയ്ക്ക് 120 രൂപയും കിട്ടിയിരുന്നിടത്ത് 90 രൂപയുമായി. 500 രൂപയുടെ സമ്മാന കമ്മീഷനിൽ 15 രൂപയും 200 രൂപയുടേതിൽ 6 രൂപയും 100 രൂപയുടേതിൽ 5 രൂപയും കുറഞ്ഞു. പണ്ട് ഞങ്ങൾക്കൊരു 7 രൂപ കമ്മീഷൻ കിട്ടിയിരുന്നതാ, ഒരു 5000 അടിച്ചാൽ. ഇപ്പോൾ വന്നിട്ട് അത് 5400 രൂപ നമ്മുടെ കയ്യിൽ കിട്ടാം. നമുക്കിപ്പോൾ ഈ ആകെ വിൽക്കുന്നത് ഈ 60 ടിക്കറ്റാണ് വിൽക്കുന്നത്. ഈ 60 ടിക്കറ്റ് ഈ വടിയും കുത്തി പിടിച്ച് കണ്ടാൽ ബാക്കി ചിലപ്പോൾ 10-20 ബാക്കി വന്നാൽ നമ്മുടെ കയ്യിൽ വിട്ടു പോകും. ലോട്ടറി എടുക്കുന്നവർക്കും പരിഷ്കരണം തിരിച്ചടി തന്നെ. 5000 രൂപയുടെ സമ്മാനങ്ങളുടെ എണ്ണം 20-ൽ നിന്ന് 19 ആക്കി. 1000 രൂപയുടേത് 30-ൽ നിന്ന് 25 ആക്കി. സമ്മാനത്തിൽ കുറവ് വരുത്തിയത് വിൽപ്പനയെയും ബാധിച്ചതായി തൊഴിലാളികൾ പറയുന്നു. അരവയർ നിറയ്ക്കാൻ ലോട്ടറി വിൽപ്പന ഉപജീവന മാർഗമാക്കിയ സാധാരണക്കാരുടെ വയറ്റത്തടിക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ കമ്മീഷൻ അടക്കം വെട്ടിക്കുറച്ച നടപടി പിൻവലിച്ചില്ലെങ്കിൽ ഈ തൊഴിൽ മേഖല തന്നെ തകരുന്ന സ്ഥിതിയാണ്. ക്യാമറമാൻ സന്ദീപ് കോലരിക്കൊപ്പം സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ. സാധാരണഗതിയിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ ലോട്ടറി വിറ്റ് കിട്ടുന്ന കമ്മീഷൻ തുക, അതിൽ നിന്ന് 100 രൂപയുടെ കുറവ് ദിവസേന ഉണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം, പ്രത്യേകിച്ചും കുടുംബത്തിലൊക്കെ ഉണ്ടാക്കുന്ന ചെലവുകൾ, അതുമായി ബന്ധപ്പെട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോയ ആളുകൾക്ക് ഇനി അതങ്ങനെ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം എന്ന് ഈ മേഖലയിലെ എല്ലാ തൊഴിലാളികളും ഒന്നടങ്കം പറയുന്നു. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. 40 രൂപ എന്ന ടിക്കറ്റ് 50 രൂപയ്ക്കിപ്പോൾ അത് ഗവൺമെൻറ് നഷ്ടം മാത്രമാണ് 50 രൂപയ്ക്ക് ആക്കിയെന്ന് പറയുന്നത്. ഇനിയും അത് കൂടാണ്ട് ഇപ്പോൾ GST 12% കേന്ദ്ര ഗവൺമെൻറ് കൂട്ടിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 40% ആക്കിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ വെച്ചാൽ പ്രൈസ് ഇല്ല ആൾക്കാർക്ക്. കമ്മീഷൻ കുറച്ചു, ടിക്കറ്റിൻ്റെ കമ്മീഷൻ മേടിക്കുന്നത് കുറച്ചു. പ്രൈസ് ഇല്ല ആൾക്കാർക്ക്. പ്രൈസ് കിട്ടാണ്ട് ആൾക്കാർ ഇത് എടുക്കുമോ? ടിക്കറ്റ് ഇങ്ങനെ ബാക്കി വരും, എന്നും ബാക്കി വരും ടിക്കറ്റ്. എപ്പോൾ ടിക്കറ്റിന് വില കൂടിയാലും എപ്പോൾ GST കൂടിയാലും എന്ത് കൂടിയാലും ഇതൊക്കെ വെക്കുന്നത് പാവപ്പെട്ട ലോട്ടറി നെരിങ്ങി കച്ചവടം ചെയ്യുന്ന ആളുകളെയാണ് ഇത് ബാധിക്കുന്നത്. ഞാൻ ഒരു ചെറിയ കടയിട്ട് കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് പോലും ഇത് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ടിക്കറ്റ് അല്ലെങ്കിൽ വലിയ ലോട്ടറി കടകളിൽ നിന്ന് സ്റ്റോക്കിസ്റ്റുകളുടെ ഇന്ന് വാങ്ങുന്നു. ഇതൊക്കെ എടുത്ത് വിറ്റാലും ഞാൻ ഈ പാവപ്പെട്ട ആൾക്കാരിൽ നിന്ന് ഞാനും വാങ്ങുന്നത്. ഇതിനൊരു വശതി ഉണ്ടായിരിക്കണം.
ഇതെടുത്ത് ബൾക്കായി വിൽക്കുന്നവർക്ക് നഷ്ടപ്പെടണം. അല്ലാതെ നടന്ന് കച്ചവടക്കാർക്കോ ചെറുകിട കച്ചവടക്കാർക്കോ നഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്കിനി ഒന്ന് മലപ്പുറത്തേക്ക് പോവാം. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇനി ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. മലപ്പുറത്തെ തീരദേശ മേഖലയിൽ ജനങ്ങൾക്കേറെ ഉപകാരപ്രദമായ ഗതാഗത മാർഗമായിരുന്നു ഈ ജങ്കാർ സർവീസ്. എന്നാൽ പൊന്നാനി പടിഞ്ഞാറേക്കര ജങ്കാർ സർവീസ് നിർത്തിയിട്ട് ഇപ്പോൾ വർഷങ്ങളായി എന്നതാണ് വസ്തുത. സർവീസ് പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. പക്ഷേ എന്താണ് ഇങ്ങനെ നിർത്തിവെക്കാൻ കാരണമെന്നല്ലേ? നഗരസഭയും സർവീസ് നടത്തിപ്പിക്കാൻ തമ്മിലുള്ള തർക്കമാണ് യഥാർത്ഥ പ്രതിസന്ധി. ഒരു കാലത്ത് പൊന്നാനിയെയും തിരൂരിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ജങ്കാർ സർവീസ്. ഗതാഗതത്തിനും ടൂറിസത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്ന ഈ സേവനം വീണ്ടും പുനരാരംഭിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 വരെയായിരുന്നു സർവീസ്. വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും വ്യാപാരികൾക്കും വലിയ ആശ്വാസമായിരുന്നു ഇത്. എന്നാൽ നഗരസഭയുടെയും സർവീസ് നടത്തിപ്പുകാരുടെയും കൂലിത്തർക്കം പ്രവർത്തനം നിർത്തലാക്കാൻ കാരണമായി. പുനരാരംഭിക്കുമെന്ന വാഗ്ദാനം വർഷങ്ങളായി ഉയർന്നിട്ടും ഇന്നും അത് കടലാസിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ജങ്കാർ കുറേ വർഷങ്ങളായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഒരു യാത്രാ ബോട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽസിന് മാത്രമായിട്ട് പോകാനേ പറ്റുള്ളൂ, വണ്ടികളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഈ കാണുന്ന ദൂരത്തേക്ക് നമ്മൾ ഏകദേശം 25-30 കിലോമീറ്റർ കറങ്ങിയിട്ടാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പം നിലവിൽ മംഗലം പാലം വഴി പോയി ചമ്രവട്ടം പാലത്തിലൂടെ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മംഗലം പാലം റിപ്പയർ ആയിട്ട് അത് അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ നായർത്തോട് പാലം ഓപ്പൺ ആവാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കൊരു 10-12 കിലോമീറ്റർ ഇപ്പോൾ നിലവിലുള്ളതിനെക്കാട്ടും കുറയും. പക്ഷേ ജങ്കാർ ഉണ്ടായിരുന്ന സൗകര്യം നമുക്ക് കിട്ടില്ല. ജങ്കാർ തന്നെയാണ്. ദേശീയപാത നിർമ്മാണം മൂലം പൊന്നാനി നഗരത്തിൽ ഗതാഗതക്കുരുക്ക് ദിനം പ്രതി രൂക്ഷമാവുകയാണ്. പ്രത്യേകിച്ച് ആനപ്പടി മുതൽ ചമ്രവട്ടം വരെയുള്ള ഭാഗത്ത് വാഹനങ്ങൾ മണിക്കൂറുകൾ നീളുന്ന ട്രാഫിക് ജാമിൽ കുടുങ്ങുന്നു. തിരൂരിലേക്ക് പോകാൻ ഇപ്പോൾ യാത്രക്കാർക്ക് 15 കിലോമീറ്ററോളം അധികം സഞ്ചരിക്കണം. ജങ്കാർ സർവീസ് പുനരാരംഭിച്ചാൽ ഈ കുരുക്കുകൾക്ക് ഒരു പരിഹാരമാകും. ബദൽ സംവിധാനമായ ബോട്ട് സർവീസ് മഴക്കാലത്ത് നിലയ്ക്കാറുമുണ്ട്. അതിനാൽ വാഹനങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ ജങ്കാർ സർവീസ് കൂടുതലായി പ്രായോഗികമാണെന്ന് നാട്ടുകാർ പറയുന്നു. നിളയോര പാതയും പൊന്നാനി തീരസൗന്ദര്യവും ഉൾപ്പെടെ ടൂറിസം കേന്ദ്രങ്ങൾ വികസിക്കുന്ന ഈ ഘട്ടത്തിൽ ജങ്കാർ സർവീസ് പുനരാരംഭിച്ചാൽ പൊന്നാനിയെയും തിരൂരിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ ടൂറിസം സർക്യൂട്ട് രൂപപ്പെടും. പാവപ്പെട്ട ജനങ്ങളുടെ ആശ്രയമായിരുന്നു ജങ്കാർ സർവീസ്. ഈ സേവനത്തിനായി ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്നുള്ളതാണ് പൊതുജനം ഉയർത്തുന്ന ചോദ്യം. ക്യാമറാമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും വർഷങ്ങളായിട്ട് അത് മുടങ്ങിക്കിടക്കുകയാണ് ജങ്കാർ സർവീസ്. പുനരാരംഭിക്കുമെന്ന വാഗ്ദാനം ജലരേഖയായി മാറി എന്ന് പറയുന്നതാവും ശരി. ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ അത് പൂർത്തിയായിട്ടില്ല. പല റീച്ചുകളിലും പ്രവർത്തനം നടക്കുകയാണ്. അപ്പോൾ ശരിക്കും ആ ഗതാഗതക്കുരുക്കിൽ നിന്നൊക്കെ ഒരു വലിയ മോചനമാണ് യഥാർത്ഥത്തിൽ ജങ്കാർ സർവീസ് ആരംഭിച്ചാൽ കിട്ടുക എന്ന് ജനങ്ങൾ പറയുന്നു. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. ജങ്കാറില്ലാത്ത പൊതുവെ മൊത്തത്തിലൊരു ബുദ്ധിമുട്ടാണ്. കണ്ടമാന യാത്രക്കാർ പൊന്നാനിലേക്ക് പോകുന്നു, സ്കൂൾ കുട്ടികളും അങ്ങനെ ഒരുവിധ യാത്രക്കാരൊക്കെ വളരെ സങ്കടകരമായിട്ടൊരു യാത്രയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് മേലധികാരികൾ ഇതിനൊരു നടപടി എടുത്ത് ഉടനെ തന്നെ ഒരു ജങ്കാർ സംവിധാനം നമ്മൾ സ്കൂൾ കുട്ടികൾ നമ്മളെ നാട്ടിലേക്ക് ഒരു ജങ്കാർ സംവിധാനം ഉണ്ടാക്കാൻ എത്രയും വേഗം ഇടപെടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവർക്ക് മുതലാവായിട്ട് അവർ ടൂർ പറഞ്ഞ് പോയതാണ്. കൊച്ചിൻ സർവീസ് ആയിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് അവർക്ക് മുതലാവാത്തൊരു രൂപം വന്നപ്പോൾ അവരിട്ടെറിഞ്ഞ് പോയി വിടുന്നു. ജങ്കാറിന് ബുദ്ധിമുട്ട് നല്ല ഉണ്ട്. ഇവിടെ ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള രൂപത്തിലാണ് അനുഭവിക്കുന്നത്. ജങ്കാറില്ലാത്തതുകൊണ്ട് നമുക്ക് വാഹനങ്ങൾ ഒന്നും ഇങ്ങോട്ട് എന്തെങ്കിലും കയറ്റി കൊണ്ടുവരാൻ പറ്റില്ല. ഇതിലെ യാത്രക്കാർക്ക് മാത്രമല്ലേ വരാൻ പറ്റുള്ളൂ. വാഹനങ്ങളെ കയറ്റി കൊണ്ടുവരാൻ വെച്ചാൽ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങൾക്കൊക്കെ പോകണമെങ്കിൽ ഇനിയിപ്പോൾ വാഹനം അവിടെ നിർത്തിയിട്ട് ബോട്ട് കയറിയിട്ട് വേറെ വണ്ടി വിളിച്ച് കയറണം, എന്നിട്ട് പോകണം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. വളരെ സുപ്രധാനമായ വാർത്ത ഇപ്പോൾ വരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്തിരിക്കുന്നു ക്രൈംബ്രാഞ്ച്. വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ കേസിലെ ഒന്നാം പ്രതി. ഒപ്പം തന്നെ ദേവസ്വം ജീവനക്കാരും കേസിൽ പ്രതികളാകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 10 പേരാണ് നിലവിൽ ഈ കേസിലെ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ അതിന് കൂടുതൽ വിവരങ്ങളുമായി അല്പസമയത്തിനകം ചേരും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഷഫീദ് റാവുത്തർ, വളരെ സുപ്രധാനമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. ക്രൈംബ്രാഞ്ച് ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ കേസെടുത്തിരിക്കുന്നു. 10 പേർ പ്രതികളാണ്. വിവരങ്ങൾ.
പ്രജിൻ, വളരെ നിർണായകമായ നീക്കത്തിലേക്ക് ഇപ്പോൾ SIT പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഹൈക്കോടതി ഈ ഉത്തരവിറക്കി 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ചില ആശയക്കുഴപ്പങ്ങളുടെ പേരിൽ FIR എടുക്കുന്നത് നീളുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ആശയക്കുഴപ്പം മാറിയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസെടുത്തിരിക്കുന്നു. ഇനി ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടത്, മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മോഷണം, അതേപോലെ തന്നെ ഈ വിശ്വാസവഞ്ചന, കൂടാതെ കോൺസ്പിറസി, അതായത് ക്രിമിനൽ കോൺസ്പിറസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കുറ്റങ്ങൾ ചുമത്തിയിട്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 10 പേർ പ്രതികളാക്കിയാണ് ഇപ്പോൾ കേസെടുത്തത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SIT സംഘം തിരുവനന്തപുരത്ത് തുടരുകയാണ്. സ്വാഭാവികമായും ഇവർ ഇപ്പോൾ നടത്തിയിട്ടുള്ള നിയമപരിശോധനയ്ക്ക് ശേഷം ആ കേസെടുക്കുന്ന പ്രക്രിയയിലേക്ക് കടക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന സൂചനകൾ. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയാണ്. അതിൽ നേരത്തെ തന്നെ കോടതി ഡയറക്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് 2019 സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്ന് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. മാത്രവുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപാടുകളെ കുറിച്ച് ദേവസ്വം വിജിലൻസിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാക്കിയിട്ടുള്ളത്. ദേവസ്വത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യത്തിൽ പ്രതിയേർത്തിട്ടുണ്ട്. മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയും ഇതിനകത്ത് പ്രതിയേർത്തിട്ടുണ്ട്. നിലവിലിപ്പോൾ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ അത് മോഷണം, വിശ്വാസവഞ്ചന, ഗൂഢാലോചന എന്നീ വകുപ്പുകൾക്ക് പുറമെ ഫോർജറി, അതായത് കൃത്രിമ രേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ദേവസ്വം ജീവനക്കാരെയും അടക്കം പ്രതികളാക്കിക്കൊണ്ട് വളരെ നിർണായകമായിട്ടുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. DGP സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസെടുത്ത പ്രത്യേക സംഘത്തിന് അത് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള വിവരം. പ്രജിൻ, ഷഫീദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിനെല്ലാം ഒരു നേതൃസ്ഥാനത്ത് വന്നത്, ഈ കള്ളത്തരത്തിനും ഈ കൊള്ളയ്ക്കും എന്നത് ഏറെക്കുറെ വ്യക്തമാണ്. പക്ഷേ അപ്പോഴും ഒറ്റയ്ക്കൊരാൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ദേവസ്വം ജീവനക്കാർക്കും കൃത്യമായ പങ്ക് ഈ കേസിലുണ്ട്, അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിലുണ്ട് എന്ന കാര്യം വ്യക്തവുമാണ്. ആരൊക്കെയാണ് ഈ പ്രതികളാക്കപ്പെട്ട ദേവസ്വം ജീവനക്കാർ എന്നതിൽ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ ഈ 9 പേർ? ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പേരെടുത്ത് പരാമർശിച്ചിരിക്കുന്ന ഫോർജറി ഉൾപ്പെടെ കൃത്രിമ രേഖ ചമച്ചതിൽ ഉൾപ്പെടെ ഈ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന ദേവസ്വം ഉദ്യോഗസ്ഥർ അവർ ഈ പ്രതിപട്ടികയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ സുപ്രധാനമായി നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം മുരാരി ബാബു ഈ ഇതിലെ പ്രതിപട്ടികയിലെ പേരുകാരനാണെന്നുള്ള വിവരം അത് നമുക്ക് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കൂടുതൽ പേർ, അതിൽ 2-3 പേരിനപ്പുറത്തേക്ക് കൂടുതൽ പേർ ആരൊക്കെ എങ്ങനെ സഹായിച്ചു, മറ്റാരുടെയെങ്കിലും പേര് ഇക്കാര്യത്തിലുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ ആ FIR-ന്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഏതായാലും SIT അന്വേഷണ സംഘം ഔദ്യോഗികമായി അതിന്റെ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇനി SIT വളരെ നിർണായകമായിട്ടുള്ള നീക്കത്തിലേക്ക് കടക്കും. കസ്റ്റഡിയും അറസ്റ്റ് അടക്കമുള്ള നീക്കത്തിലേക്ക് SIT കടക്കാൻ പോവുകയാണ്. സംസ്ഥാനത്തിന് പുറത്തേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ട ഒരു കേസായതിനാൽ പല സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും പ്രത്യേക സംഘം അന്വേഷണം നടത്തുക. ഉണ്ണികൃഷ്ണൻ പോറ്റി കേരളത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് അവ്യക്തതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം കിളിമാനൂരിലെ വീട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് സ്റ്റേറ്റ് ഇന്റലിജൻസിൽ നിന്നുൾപ്പെടെ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നുള്ള നീക്കത്തിലേക്കായിരിക്കും ഈ അന്വേഷണ സംഘം കടക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഷഫീദ്, ആദ്യഘട്ടത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. അന്ന് മണിക്കൂറുകൾ എടുത്താണ് ആ മൊഴിയൊക്കെ രേഖപ്പെടുത്താൻ. ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് പ്രാഥമികമായി മുഖവിലേക്ക് എടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് വിവരങ്ങളുണ്ടോ? ഒപ്പം തന്നെ ഇനിയുള്ള അന്വേഷണത്തിൽ തെളിയാനുള്ള കാര്യങ്ങൾ, തെളിവ് ശേഖരണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഒരു ഭാഗത്ത് അന്വേഷണം നടക്കുന്നു, അപ്പോൾ ആ സമയത്ത് തന്നെ തെളിവുകൾ പരമാവധി ശേഖരിക്കുക എന്നതുകൂടിയായിരിക്കും SIT-യുടെ രീതി. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം വിജിലൻസിന്റെ ചോദ്യം ചെയ്യൽ വേളയിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളിലും പൊരുത്തക്കേടും കള്ളത്തരവും നുണയും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യമാണ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് എത്ര സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുണ്ട് എന്ന് ചില രേഖകളും ചില തെളിവുകളും അടക്കം അടിസ്ഥാനത്തിൽ അത് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് ഉറപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസിന്റെ കയ്യിലുമുണ്ട്. സ്വാഭാവികമായും ആ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും SIT-യുടെ അന്വേഷണം വരിക. അവിടെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുവരെ പറഞ്ഞ വാദങ്ങളൊക്കെ കള്ളമാണ് എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല ശബരിമലയിലെ സ്വർണ്ണപ്പാളി അത്
സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് ഉരുക്കി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച്. മാത്രവുമല്ല ഈ പങ്കജ് ഭണ്ഡാരി, സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയിലടക്കം അക്കാര്യം സംബന്ധിച്ചിട്ടുള്ളത് ഹൈക്കോടതിയിൽ റിപ്പോർട്ടായിട്ടടക്കം പുറത്തേക്ക് വന്നത്. ഇനി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം 1999 ആ പൂശിയ സ്വർണം അതിപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞ കണക്കിൻ പ്രകാരമുള്ള സ്വർണം, അതിൽ കാര്യമായിട്ടുള്ള അന്തരമുണ്ട്. ആ അന്തരമടക്കമുള്ള കാര്യങ്ങൾ അത് പരിഹരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള വിവരം. ഇതിന് ഏറ്റവും നിർണായകമായി മാറുക ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി ആയിരിക്കും. ഒരുപക്ഷെ തൊട്ടടുത്ത മണിക്കൂറുകളിലോ നാളെയോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന കാര്യത്തിലേക്ക് SIT സംഘം കടക്കുകയും ചെയ്യും. ഷഫീദ്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയാണ്, സ്വാഭാവികമായിട്ട് അതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇത് ആർക്ക് വേണ്ടിയാണ്? ഇതൊരു കൂട്ടമായിട്ടുള്ള ഒരു മോഷണമായിരുന്നു, ഒരു ഗൂഢാലോചനയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം മുരാരി ബാബു അന്ന് നൽകിയ പ്രധാനപ്പെട്ട ചില വിവരങ്ങളുണ്ട്. ഒന്ന്, ഈ ചെമ്പാണ് അത് എന്ന് പറയുന്ന മുരാരി ബാബു നമ്മൾ കണ്ടു. അതിന്റെ നിറം ഇളകിപ്പോയിരുന്നു, അതുകൊണ്ടാണത് സ്വർണം പൂശാൻ കൊടുത്തത് എന്ന് പറയുന്നു. അതിനു മുമ്പേ തന്നെ ചെന്നൈയിലേക്ക് കത്ത് അയച്ചതും ഒപ്പം തന്നെ അന്വേഷണം നടത്തിയതുമൊക്കെ നേരത്തെ വാർത്തകളോട് അറിഞ്ഞതാണ്. അത് മുരാരി ബാബു ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു വ്യക്തത വരിക ഈ അന്വേഷണത്തിലൂടെ മാത്രമായിരിക്കും. ആർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള വിവരങ്ങൾ അത് ഈ SITയുടെ പ്രത്യേകമായ ഒരു അന്വേഷണം അതിന്റെ ഭാഗമായി നടക്കില്ലേ? പ്രജിൻ, ക്രിമിനൽ കോൺസ്പിറസി, കുറ്റകരമായിട്ടുള്ള ഗൂഢാലോചന വകുപ്പ് ഇട്ടൊരു സാഹചര്യത്തിൽ അതിലടക്കം മുഴുവൻ അന്വേഷണവും ഉണ്ടാകും. നിലവിൽ ഇപ്പോൾ ഈ 10 പേരുകാർ, ആ 10 പേരുകാർ ആര് എന്നുള്ള കാര്യം നമുക്ക് FIR കിട്ടിയാൽ മാത്രമേ ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി, ഉത്തരവ് തിരുത്തിയ ദേവസ്വം ബോർഡ് സെക്രട്ടറി, അതേപോലെ തന്നെ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് അക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു സ്ഥിരീകരിച്ച വിവരമായി പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ 2019 സ്വർണ്ണപ്പാളി സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ 2 സുഹൃത്തുക്കൾ പ്രതിയാണ്. സ്മാർട്ട് ക്രിയേഷൻസിനെ പ്രതിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 10 പേർ. ആ 10 പേരിൽ ദേവസ്വം ജീവനക്കാർ ആരൊക്കെ, മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ FIRന്റെ പൂർണ്ണ പകർപ്പ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. പ്രാഥമികമായി നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന വിവരം, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെ, അതായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസെടുത്തിരിക്കുന്നു. ആ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയാണ്. ദേവസ്വം ജീവനക്കാരെ അടക്കം പ്രതിയേർത്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ ആകെ 10 പേരെയാണ് കേസിൽ പ്രതിയേർത്തിട്ടുള്ളത്. മോഷണം, വിശ്വാസവഞ്ചന, ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. മറ്റു ചില വകുപ്പുകൾ കൂടി ഇതിനകത്ത് ചുമത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്നലെ ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുള്ള കാര്യം, അത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം ഉരുക്കി, മാത്രമല്ല കുറച്ച് സ്വർണം അവിടെ പണിക്കൂലിയെ കൊടുത്തു, ബാക്കി തന്റെ കയ്യിൽ സൂക്ഷിച്ചു. അത് ചിറ്റ് രൂപത്തിൽ ചില പ്രമുഖർക്ക് വിറ്റു എന്നടക്കമുള്ള വിവരങ്ങൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തലായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതിനുശേഷം നടന്ന അവരുടെ കോൺട്രവേഴ്സി, അതായത് ക്രിമിനൽ കോൺസ്പിറസിയെ കുറിച്ചടക്കം വലിയ തരത്തിലുള്ള കണ്ടെത്തലുകൾ ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുണ്ട്. ആ ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലിനെ ശാസ്ത്രീയമായി അന്വേഷിച്ച് കണ്ടെത്തി സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് SIT ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കഴിഞ്ഞ ദിവസം തന്നെ അനൌദ്യോഗികമായിട്ടുള്ള അവരുടെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ ഔദ്യോഗികമായിട്ടുണ്ട്. ഇനി വളരെ നിർണായകമായിട്ടുള്ള കസ്റ്റഡി, അതിലേക്ക് പോകുന്ന മണിക്കൂറുകളാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ശബരിമല സന്നിധാനത്ത് പരിശോധന ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിന് പുറത്ത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. മറ്റു ചില ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നൊക്കെയുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഔദ്യോഗികമായി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള വിവരം. ഷഫീദ്, ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഒടുവിൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ മറ്റു കാര്യങ്ങൾ, അതായത് എന്താണോ നടപടിക്രമങ്ങൾ അത് പാലിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇതിൽ മഹസറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെമ്പാണ് എന്നുള്ളത്. പിന്നെ ഞാനെന്തിനാണ് അത് മാറ്റി പറയേണ്ട കാര്യം എന്നൊക്കെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഏറ്റവും ഒടുവിൽ പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ കൃത്യമായി ദേവസ്വം ജീവനക്കാർ, അല്ലെങ്കിൽ അവിടെയുള്ള അഡ്മിനിസ്ട്രേഷൻ തലങ്ങളിലുള്ള ജീവനക്കാർ കൃത്യമായി സഹായം, അല്ലെങ്കിൽ അവരൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളി എന്നതിൽ ഏറെക്കുറെ അത് ഉറപ്പുമാണ്. ഇനി അത് തെളിയിക്കുക, അതിനായി ഏതൊക്കെ വഴികളിലൂടെ ആയിരിക്കും SIT നീങ്ങേണ്ടി വരിക? പ്രജിനിൽ ഈ ദേവസ്വം ജീവനക്കാരുടെ അടക്കം പങ്ക് വ്യക്തമാക്കുന്ന ചില തെളിവുകൾ, അതായത് രേഖകളിലെ കൃത്രിമത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 2019 കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടരുന്നുള്ള ദേവസ്വം ബോർഡ് യോഗ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട്, ഉത്തരവിനെ അട്ടിമറിച്ചുകൊണ്ട് അന്ന് ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ഇടപെട്ടതിന്റെ രേഖ ഇതിനോടകം തന്നെ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല മുരാരി ബാബു ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില ഗൂഢാലോചനകൾ, ചില കോൺസ്പിറസി അടക്കമുള്ള കാര്യങ്ങളിൽ തെളിവുകൾ അത് ദേവസ്വം വിജിലൻസിന്റെ പക്കലുണ്ട്. 2024 പോലും മുരാരി ബാബു
ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി സ്വർണ്ണപ്പാളി സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തി എന്ന് തെളിയിക്കുന്ന രേഖകളുണ്ട്. അപ്പോൾ ഈ ഫോർജറി നടത്തിയ വ്യാജരേഖയുണ്ടാക്കിയിട്ടുള്ള പല കാര്യങ്ങൾ അത് ദേവസ്വം വിജിലൻസിന്റെ പക്കലുണ്ടായിരുന്നു. ശരി ഷെഫി, എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം 10 പേരാണ് പ്രതികളായിട്ടുള്ളത്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.